അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ച് പറിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടോ ആവശ്യത്തിന് നമുക്ക് പറിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതേ ഒരെണ്ണം കിടക്കണു. അപ്പോൾ അടുത്തത് ഉണ്ടായി നിൽക്കണു കണ്ടോ. അതുപോലെ ഇതായി വരണുള്ളൂ കേട്ടോ. അടുത്തത് ഒരെണ്ണം നല്ല മഞ്ഞ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, നല്ല ഭാഗമായിട്ട് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോഴേ ഇതൊക്കെ എവിടുന്ന് ആണ് വിളവെടുത്ത് വരുന്നതെന്ന് അവൻ വിചാരിക്കുന്നുണ്ടാവുക. ഇതൊക്കെ നമ്മളുടെ വളർത്തി തന്നെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വിളവെടുത്ത് വരുമ്പോഴേ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മുടെ വീട്ടിൽ കണ്ടോ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇത്രയും വലുത് ഇത് നല്ല മണം, അത് പഴുത്തു. അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ ഞെട്ടിയോടെ ഇട്ടിട്ട് ബാക്കി എടുത്ത് പൊട്ടിച്ചതാണ് കേട്ടോ. ഇത് നമുക്കിതിൻ്റെ ഈ ചനപ്പുകളൊക്കെ നോക്കിയേ എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിളവെടുക്കുമ്പോൾ. അത് ഏത് പച്ചക്കറി ആണെങ്കിലും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും സന്തോഷമാണ്. പൈനാപ്പിളിൻ്റെ കൃഷി രീതി വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പൈനാപ്പിളിൻ്റെ സൈഡിലെ ചെനപ്പുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ചെനപ്പുകളാണ്. നോക്കിയേ കണ്ടാ, ഇതിൻ്റെ മുകളിലെ ഈ ഒരു സംഭവം ഒഴിച്ച് ബാക്കിയെല്ലാം സൈഡിൽ നിന്ന് വന്നിട്ടുള്ള കുറേ ചെനപ്പുകളാണ് വന്നേക്കണത്. അപ്പോൾ ഈ ഒരു ചെനപ്പും ഈ സെൻറ്ററിലെ ഈ ഒരു നടുവിലെ ഈ ഒരു ചെനപ്പും ആണ് നമ്മൾ കുഴിച്ചിട്ടിട്ട് നമ്മളിത് പൈനാപ്പിൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എത്ര വലിയ മടിയന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് പൈനാപ്പിൾ. കാരണം ഒരു അധ്വാനം ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയെടുക്കുന്ന ഒരു വിളയാണ് നമ്മുടെ പൈനാപ്പിൾ. അപ്പോൾ ഒരു പ്രയാസവും ഇല്ല നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള 1-2 ടിപ്പുകളുണ്ട്. അപ്പോൾ അത് പറഞ്ഞു തരാം. എങ്ങനെയാണ് വന്നുതരാനാണ് ഇത് നല്ല രീതിയിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ ഏത് കുഴിച്ചിട്ടാലാണ് പെട്ടെന്ന് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞു ഈ ചനപ്പും ഈ ഇതുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഭാഗം കുഴിച്ചിട്ടാലാണ് എത്രയും പെട്ടെന്ന് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പൈനാപ്പിൾ ഇങ്ങനെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫ്രൂട്ടിൻ്റെ ഈ മുകളിലുള്ള ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവത്തോടെയാണ് നമ്മൾ ഫ്രൂട്ട് മേടിക്കാൻ കിട്ടുക അല്ലേ. ഈ സൈഡ് ബ്രാഞ്ചൊന്നും ഉണ്ടാവില്ല കണ്ടോ. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ ഈ നേരെ മുകളിലുള്ള ഈ സംഭവത്തിനെ ഈ ഒരു ഭാഗം നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കും, പറിച്ചെടുക്കും. അതിനെ കുഴിച്ചിടുമ്പോൾ നമുക്ക് 1 വർഷത്തിന് മുകളിൽ നമുക്ക് സമയമെടുക്കും ഉണ്ടാവാനായിട്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു സൈഡ് ബ്രാഞ്ച് കണ്ടോ, സൈഡ് ബ്രാഞ്ച് അത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കണ്ടോ. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ എടുത്തു, അങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സംഭവത്തിനെ നമുക്ക് കുഴിച്ചിടുകയാണെങ്കിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത്രയും വലിയ പൈനാപ്പിൾ നമ്മൾ ഉണ്ടായി കിട്ടും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഞ്ചസിൽ ഇപ്പോൾ കണ്ടോ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് വേര് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ 2 തരത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാ വെച്ചാൽ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഭാഗത്തെ അടിഭാഗത്തെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ ഈ ഒരു ഭാഗത്തെ ഈ തൊലിയൊക്കെ ഒന്നിങ്ങനെ മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്ത ശേഷം ഈ ഒരു ഭാഗം ഒന്ന് പൊട്ടിച്ച് കളയുക. ഇതിന് അത്ര വൃത്തികേടില്ല, അത്ര തൂങ്ങി നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ, കണ്ടോ ഈ ഒരു ഭാഗം ഒന്ന് നമ്മൾ മണ്ണിൽ ഒന്ന് കുഴിച്ചിടുക. അല്ലെങ്കിൽ നമുക്കിത് ഒരു 10-12 ദിവസം നമ്മളിത് ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഈ 2 കാര്യം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വേര് വരാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് നമ്മളിത് കുഴിച്ചിടേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുഴിച്ചിടുന്ന സമയത്ത് വേര് വന്ന് പെട്ടെന്ന് തന്നെ വേര് പിടിക്കാനും കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഇത് നല്ല രീതിയിൽ വളം കൊടുത്തിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഞങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്രത്യേകിച്ച് ഇതിന് വളങ്ങളൊന്നും കൊടുക്കാറില്ല. നമ്മൾ ഈ ഒരു വേലിയുടെ അരിക്കിൽ അല്ലെങ്കിൽ കുറച്ച് ഈ വേലിയുടെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇതെല്ലാം തന്നെ കുഴിച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ സൈഡ് ബ്രാഞ്ചാണ് ഇങ്ങനെ കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ നിറയെ കായാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിനുവേണ്ടി ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൂട്ടിൻ്റെ മുകളിലുള്ള ഈ ഒരു പോർഷൻ മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നേരെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതുണ്ടാവാനായിട്ട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ ഏത് മണ്ണിലും ഉണ്ടാവും. കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് വേലിയുടെ അരികിലോ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിൽ വരെ അടിപൊളിയായിട്ട് നമ്മുടെ പൈനാപ്പിൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഈ വേര് വന്ന ഭാഗം നമ്മൾക്ക് അതിലേക്കൊന്ന് ഇറക്കി കുഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണ രീതിയിൽ എല്ലാ നമ്മുടെ ഫ്രൂട്ടൊക്കെ ചെയ്യണം എന്ത് തന്നെ ഒരുപാട് നമുക്ക് വളങ്ങളുടെ ആവശ്യമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമോ ഒന്നുമില്ല. അല്ലാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളെ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ വാങ്ങാതെ നമ്മൾ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അധ്വാനവും ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയെടുത്താൽ തന്നെ കണ്ടോ നമുക്ക് ഇപ്പോൾ ഈ ഒരൊറ്റ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എത്ര ബ്രാഞ്ചസ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഇപ്രാവശ്യം അങ്ങനെ കുഴിച്ചിട്ട്
കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ അങ്ങനെ ഓരോ കൊല്ലത്തോറും നമ്മളിതിങ്ങനെ കുറേശ്ശെ അങ്ങനെ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീസണായിട്ട് ഇപ്പോൾ എന്നും എല്ലാ ദിവസവും നമുക്ക് ഓരോ പൈനാപ്പിൾ നമുക്ക് പൊട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പൈനാപ്പിളിൻ്റെ കൃഷിയെ പറ്റി പറയാനായിട്ട്. കൂടുതൽ പരിചരണമൊന്നുമില്ലാത്ത വേണ്ടാത്ത ഒരു വിളയാണ്. അപ്പോൾ നമ്മളിവിടെ കൂടുതൽ പരിചരണം ഒന്നും കൊടുക്കാതെ തന്നെയാണ് നമുക്ക് കണ്ടു ഇത്രയും വലുപ്പമുള്ള പൈനാപ്പിൾ നമുക്ക് കിട്ടുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതൊരു 1.5 കിലോ കാട്ടും കൂടുതലുണ്ടാവും എനിക്ക് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ കണ്ടോ. ഇനി പൈനാപ്പിളൊക്കെ ഉണ്ടായി നിൽക്കണമെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഓക്കെ കണ്ടോ, അത് നമ്മൾ പറിച്ചിട്ടില്ല, ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ച് പറിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടോ ആവശ്യത്തിന് നമുക്ക് പറിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതേ ഒരെണ്ണം കിടക്കണു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെയാണ് നമ്മൾ പറിച്ചത് കേട്ടോ. ഇതാപ്പോൾ അടുത്തത് ഉണ്ടായി നിൽക്കണു കണ്ടോ. അതുപോലെ ഇതായി വരണേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ വലിപ്പം കണ്ടാൽ മനസ്സിലാവും അതായി വരണേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ കുറച്ച് ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ കൂടുതൽ നമ്മൾ പരിചരണമൊന്നും കൊടുക്കാറില്ല, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കണ്ടോ. ഇതേ അടുത്തത് ഒരെണ്ണം നല്ല മഞ്ഞ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു വേലിയുടെ അരികിലാണ് നമ്മൾ ഈ കൊടുത്തേക്കണതേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടോ അടുത്തത് ഒരെണ്ണം നല്ല ഭാഗമായിട്ട് വരുന്നുണ്ട് കണ്ടോ. നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. അടുത്തത് ഒരെണ്ണം നോക്കിയേ, അവിടെ നിറയെ സൈഡ് ബ്രാഞ്ചസ് ആയിട്ട് ഒരെണ്ണം നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇതൊക്കെ ആയി വരണേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ഉണ്ടായി വരിക നല്ലത്, കാരണം നമുക്ക് അപ്പോൾ എപ്പോഴും നമുക്ക് കഴിക്കാനുണ്ടാവുമല്ലോ. ഇതായി അടുത്തത്. ഇനി നമുക്ക് നല്ല ചെറുതൊന്നും കാണണ്ടേ. ഇതാദ്യം ഉണ്ടായി വരുമ്പോൾ ഉള്ളതാണ് സംഭവമാണ് കേട്ടോ. അത് ഇപ്പോൾ ഒരെണ്ണം അത് നോക്കി ഉണ്ടായി വരണേ ഉള്ളൂ. അപ്പോൾ ഒരുമിച്ച് പഴുക്കാത്തതാണ് ഒരു കണക്കിന് നല്ലത്. അല്ലെങ്കിൽ ഒരുമിച്ച് പഴുത്താൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചല്ലേ എന്താവും. അപ്പോൾ നമുക്കിത് എല്ലാ ദിവസവും നമുക്ക് കഴിക്കാനുണ്ടെങ്കിൽ നല്ലതാണല്ലോ. കണ്ടോ ഇതൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, ഇതൊക്കെ ഉണ്ടായി വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വേലിയുടെ അരികിലാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു പൈനാപ്പിളിൻ്റെ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് കണ്ടിട്ട്, ഇത് നിങ്ങൾ കടയിൽ കൊടുക്കാറുണ്ടോയെന്ന്. ഒരിക്കലും ഇല്ല, നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മളത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഒറ്റ ട്രിപ്പിൽ നമുക്ക് കിട്ടൂല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലതല്ലേ. അപ്പോഴേ നമ്മുടെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളെ നമ്മുടെ പൈനാപ്പിൾ കൃഷിനെ പറ്റിയിട്ട് പറയാനുള്ളൂ കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നതും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി കൂടി നന്ദി. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.